നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ അന്വേഷണം പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. സെയ്ഫ് കരീന ദമ്പതികളുടെ വീടിന് മുൻപ് ആക്രമി ലക്ഷ്യമിട്ടത് ബോളിവുഡ് താരമായ ഷാരൂഖ് ഖാന്റെ വീടിന് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഷാരൂഖിന്റെ വസതിക്ക് മുൻപിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ചില സംശയകരമായ പ്രവൃത്തികളാണ് ഇതിന് കാരണം. ജനുവരി 14-ന് ഷാരൂഖ് ഖാന്റെ വസതിയായ മന്നത്തിന് സമീപം സംശയാസ്പദമായ ചില പ്രവർത്തനങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അജ്ഞാതനായ ഒരു വ്യക്തി ഒരു നീളമുള്ള ഇരുമ്പ് ഗോവണി ഉപയോഗിച്ചുകൊണ്ട് ഷാരൂഖിന്റെ വീട് നിരീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഏകദേശം 6 മുതൽ 8 അടി വരെ വലിപ്പമുള്ള ഗോവണി മന്നത്തിനോട് ചേർന്നുള്ള വസ്തുവിന്റെ പിൻവശത്തായി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അക്രമി ഒറ്റയ്ക്കായിരിക്കില്ല എന്ന ശക്തമായ നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. ഒരാൾക്ക് മാത്രമായി പിടിച്ചുകൊണ്ടുവരാനുള്ള ഭാരമല്ല ഗോവണിക്കുള്ളത്. അതിനാൽ തന്നെ 2-3 പേരുടെ സഹായം ലഭിച്ചിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. സംഭവത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഷാരൂഖ് ഖാൻ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല. എന്നിരുന്നാലും പോലീസ് വിഷയം ഗൗരവമായി തന്നെ കാണുകയും സ്ഥിതിഗതികൾ കൂടുതൽ അന്വേഷിക്കുന്നുമുണ്ട്. സെയ്ഫിനെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രധാന ആക്രമിയെ ഇതുവരെ പിടികൂടാനായിട്ടുമില്ല. ആക്രമണം നടന്ന 35 മണിക്കൂറിലേറെ ആയിട്ടും അക്രമി കാണാമറയത്ത് തന്നെയാണ്. മുംബൈയിലെ ബാന്ദ്രയിലെ വീട്ടിൽ ബുധനാഴ്ച രാത്രി വൈകിയാണ് സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണമുണ്ടായത്. സെയ്ഫ് അലി ഖാന്റെ വീടിനകത്തേക്ക് കയറിയ ആക്രമി നടനെ 6 തവണ കുത്തുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. കത്തി നീക്കം ചെയ്യാനും സുഷുമ്നാ ദ്രാവകം ചോർന്നൊലിക്കുന്ന മുറിവ് ചികിത്സിക്കാനും സെയ്ഫിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. താരം അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം നടക്കുന്നത്. മോഷണ ശ്രമത്തിനിടെ വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടതായാണ് ബാന്ദ്ര ഡിവിഷൻ DCP പറയുന്നത്. ലീലാവതി ആശുപത്രിയിലാണ് സെയ്ഫിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ബാന്ദ്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ചും സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. കരീന കപൂറും വീട്ടിലെ മറ്റംഗങ്ങളും സുരക്ഷിതർ തന്നെയാണ്. സംഭവത്തെക്കുറിച്ച് കുടുംബം ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവന നടത്തിയിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഉടൻ നൽകുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വീടിന്റെ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും വരികയാണ്. പുലർച്ചെ 3:30-ഓടെയാണ് സെയ്ഫിനെ ലീലാവതിയിൽ എത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന് 6 പരിക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം ആഴത്തിലുള്ളതുമായിരുന്നു. ഒരു മുറിവ് നട്ടെല്ലിനോട് അടുത്താണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമാണ് പരിക്കിന്റെ ആഴം വ്യക്തമാവുകയുള്ളതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സംഭവത്തിൽ 3 വീട്ടുജോലിക്കാരെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സ്വിറ്റ്സർലാൻഡിൽ പുതുവത്സരാഘോഷം കഴിഞ്ഞ് സെയ്ഫ് അലി ഖാനും കരീന കപൂറും മക്കളും കഴിഞ്ഞയാഴ്ചയാണ് മുംബൈയിലേക്ക് മടങ്ങിയെത്തിയത്. 2012-ൽ വിവാഹിതരായ കരീനയും സെയ്ഫും മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റിലുള്ള സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ടെറസുകളും ബാൽക്കണികളും ഒരു നീന്തൽക്കുളവുമുള്ള വിശാലമായ 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റാണിത്.